ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അബുദാബിയിൽ വന്നപ്പം ഈ ഒരു അമ്പലം പണി നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊട്ട് എൻ്റെ ആഗ്രഹമാണ് നമ്മുടെ അബുദാബി ടെമ്പിൾ എനിക്കൊന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് പൊതുവേ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ എഴുതി വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അബുദാബിക്ക് വരുവാണെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് ഈ അമ്പലത്തിൽ പോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിയ അമ്പലമാണ് കേട്ടോ. അബുദാബിയിൽ ഈ ഒരു ടെമ്പിളേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിവിടെ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുകയൊക്കെ വേണം. നമുക്കൊരു QR കോഡ് തരും. ഭയങ്കര ചെക്കിംഗ് ആണല്ലോ. ഭയങ്കര ചെക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ചെക്കിംഗ് ആണ്. ഈ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് നോക്കും, നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചെക്കിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഡ്രസ് കോഡൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആ വെബ്സൈറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് പാടില്ല. ഞാൻ ഓൾറെഡി ഒരു സാരി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സാരി ഞാൻ ഉടുത്തില്ല. ഞാൻ ചുരിദാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചുരിദാറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തു. അങ്ങനെ നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നു. അപ്പോൾ സൺഡേ ആണ് ഞങ്ങൾ പോന്നിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛനും ചേച്ചിയും ഞങ്ങളും എല്ലാവരും ഒരുമിച്ചായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അകത്തോട്ട് ക്യാമറ ഒന്നും കയറ്റത്തില്ല. നമ്മൾ ഫുള്ള് ഓഫാക്കി വെച്ചിരിക്കണം. പിന്നെ ഇതുണ്ട്. അപ്പോൾ ഇത് പുറമേ ഉള്ളൊരു ഭാഗമാണ്. അതായത് ആ ടെമ്പിള് പ്രതിഷ്ഠകളൊക്കെ ഇരിക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. ഇത് ഫുള്ള് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ കാണാനെങ്കിൽ. ഇതെന്താ ഫുള്ള് മാർബിളാണ്. ആ മാർബിളിൽ നിറയെ കൊത്തുപണികളാണ് നടത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് ശരിക്കും ഇന്ത്യയിൽ നിന്ന് പണിത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ചുറ്റും ഞങ്ങൾ അകത്ത് കയറി തൊഴുതിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇതിൽ ചുറ്റും ഒന്ന് വലം വെച്ചപ്പോൾ എടുത്ത വീഡിയോസാണിത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ആ വെയിൽ നമുക്ക് അങ്ങനെ ചൂടായിട്ട് തോന്നത്തില്ല. കാരണം ആ വെയിലാണെന്നുണ്ടെങ്കിലും തണുപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വെയിൽ കൊള്ളുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. പൊതുവേ ഇപ്പോൾ യു.എയിൽ ഭയങ്കര തണുപ്പുള്ളൊരു സമയം കൂടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 11 മണിയാണ് ടൈം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈമൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വരാം, അങ്ങനെയാണ് വരേണ്ടത്. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടൈമൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും 9 മണി 8 മണിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു സമയത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം മക്കൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് ലേറ്റാവും. പിന്നെ തലേദിവസം നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടായിരിക്കും കിടക്കുന്നതും. ഇത് ചുറ്റിനുമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇങ്ങനെ പൂളൊക്കെ ഉണ്ട്. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. കണ്ടോ, ചുറ്റിനും ഇങ്ങനെ പൂളുകൾ, കുറേ ചെടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ചർച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് തൊഴുത്തിട്ട് പോകാനുള്ള ആ ഒരു സെറ്റപ്പിലൊക്കെ ആക്കാനാണെന്ന് തോന്നുന്നു. അടുത്ത പണി നടക്കുകയാണ് ചർച്ചിന് വേണ്ടിയുള്ളത്. അപ്പോൾ കണ്ടോ, നല്ല രസമാണ് ഫുള്ള് കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അബുദാബിയിൽ വരികയാണെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഞാൻ ഈ ഒരു അബുദാബി ടെമ്പിൾ വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്തിരുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടു കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു കാര്യം പോകാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് പോകാൻ പറ്റും, അങ്ങനെ മാത്രമേ ഞാൻ 100% ആയിട്ട് വിശ്വസിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു ഡൗട്ടഡായിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പോകാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിലാണ്. അപ്പം നമുക്കത് ഒന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റും, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആ ഒരു വിശ്വാസമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് ഒരുപാട് നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനെ ഇവിടെ വരാൻ സാധിച്ചതിൽ. അപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോകാനും. പിന്നെ കൂടെയുള്ള ഫാമിലി അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പം ആ സ്റ്റെപ്പ് കയറി വേണം വരാനായിട്ട്. സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, അവിടെയായിട്ടാണ് ലിഫ്റ്റ് ഉള്ളത്. അപ്പോൾ ആ ലിഫ്റ്റിലൂടെ നമുക്ക് വരാൻ പറ്റും. ഞങ്ങൾ പഠിച്ചവിടെയാണ് വന്നത്. അകത്ത് പ്രതിഷ്ഠകളെന്ന് പറയുന്നത് ശിവനുണ്ട്. എല്ലാം ജോഡിയായിട്ടാണ് കേട്ടോ. ശിവപാർവതി, കൃഷ്ണ, രാധ, പിന്നെ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, അങ്ങനെ എല്ലാ പെയറായിട്ട് ഒരുമിച്ചാണ് എല്ലാവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇത് മാത്രമല്ല, കുറേ അല്ലാത്ത പിന്നെ ഒരു അകത്തെ വിഗ്രഹങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള ഒരു വിഗ്രഹങ്ങളല്ല. ഇത് എനിക്ക് തോന്നുന്നു മാർബിളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അകത്ത് ദീപങ്ങൾ അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നുമില്ല.
ഒരു കളർഫുള്ളായിട്ടുള്ള വിഗ്രഹങ്ങളാണ് എല്ലാം. അപ്പോൾ നമുക്ക് ചെന്ന് തൊഴുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്പലത്തിൽ പോകുന്നതായിട്ടുള്ള ആ ഒരു ഫീലോ ആ ഒരു ആംബിയൻസോ ഒന്നും കിട്ടത്തില്ല. ഈ ഒരു സിക്കിംകാരുടെയൊക്കെ ആ ഒരു വർഷിപ്പ് രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് അവിടെ ഫുള്ള് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നെറ്റിയിൽ വെക്കാനുള്ള കുങ്കുമമാണ്, സിന്ദൂരമാണ് അവിടെ വെച്ചിട്ടുള്ളത്. നമ്മളതൊക്കെ എടുത്ത് നെറ്റിയിലൊക്കെ വെച്ചു, കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് അതിനകത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ കിച്ചണിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്തോട്ടെ ചോദിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം എൻ്റെ മൂത്ത മോനെയായിട്ട് ഉള്ളിൽ പോയി കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്തു. നന്നായിട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ അങ്ങനെ ഒരു സൗകര്യം അവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട്, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി അങ്ങനെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇളയാളെയായിട്ടും കുറച്ച് നേരം പോയിരുന്നു. അത് ഞാൻ അവിടെ ചെന്നപ്പം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. നിങ്ങൾ തിരക്കുണ്ടെങ്കിൽ അത് നടക്കുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനും സാധിച്ചു. പിന്നെ നമ്മൾ അടുത്ത ടാസ്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അതിലുപരി എനിക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. അതായത് ഈ അമ്പലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. അവിടെ എന്താ ബ്രേസ്ലെറ്റുകളുണ്ട്, ജപമാലകൾ, ഈ അമ്പലത്തിൻ്റെ തന്നെ ഫോട്ടോസ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ചന്ദനം, സിന്ദൂരം, പിന്നെ എന്താ ജപമാല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വലിയ വിലയൊന്നുമില്ല, ചില സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോന്, എനിക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടം, അതുപോലെ തന്നെയാണ് എൻ്റെ മോനും ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട 1-2 ബുക്കുകളൊക്കെ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെയും കുറേ നേരം അങ്ങ് സ്പെൻഡ് ചെയ്തു. വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി അത് കാണാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചുറ്റുപാടൊക്കെ കണ്ടു. ശരിക്കും കാണാനുണ്ട് അവിടെ ഒരുപാട്. കണ്ടോ, ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മണി വന്നിങ്ങനെ അടിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളും അത് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല. വരുന്ന വഴി ഒരു ചായ മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ അസിഡിറ്റി പ്രശ്നമുള്ളത് കൊണ്ട് പറ്റുവല്ലാത്തതാണ്. പിന്നെ ഒരു ബണ്ണും വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലങ്ങ് നിന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഫുഡ് കഴിക്കാനായിട്ട് മാപ്പിട്ട് ഞങ്ങൾ പോകാറുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അത് പക്ഷേ ഇവിടുന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഈ ഒരു പരിസരത്തൊന്നും അങ്ങനെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇവിടെ ഒരു ബീച്ചുണ്ട്, ഹൈദരാബാദ് ബീച്ച് എന്ന് പറഞ്ഞിട്ട്, അവിടെ അവിടെ പോയപ്പോഴത്തേനും ഭയങ്കര കാറ്റും നല്ല തണുപ്പും ഒക്കെ. അപ്പോഴത്തേനും തന്നെ ഒരു ഈവനിങ് ടൈമായി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞെന്ന് തോന്നുന്നു, ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബീച്ചിലേക്ക് പോയത്. അവിടെ ബീച്ചിൽ കുറേ നേരം ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കിഡ്സിൻ്റെ പാർക്കുണ്ട്, അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. എന്നിട്ടൊക്കെ വീട്ടിലെത്തിയപ്പം ഒത്തിരി ടൈമായി കേട്ടോ. പക്ഷേ നല്ലൊരു ദിവസമായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് യൂണിവേഴ്സിന്. ചില കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട. നമ്മൾ ജസ്റ്റ് അഫർമേഷൻ എഴുതി ആ ഒരു ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ട് അതിനെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നോക്കാനായിട്ടും ആ ഒരു ഫീലിങ്ങോട് കൂടി അത് ഉൾക്കൊള്ളാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളത് നടക്കുമോ ഇല്ലയോ എന്ന് ഡൗട്ട് അടിക്കാതിരിക്കുക. നമുക്ക് പറ്റുന്നേ, നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതിലാദ്യമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് വിശ്വസിക്കുക. എന്നെക്കൊണ്ടത് സാധിക്കും, എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം നമ്മളെ തേടി വന്നോളും. അതാണ് ഏറ്റവും വലിയൊരു പ്രപഞ്ച സത്യം എന്നുള്ളത് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് കേട്ടോ. ഞാൻ പറഞ്ഞൊരു ചുരിദാറായിരുന്നു എന്നുള്ളത്, സാരി ഉടുത്തില്ല. അപ്പോൾ ഈ ഒരു ചുരിദാറാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത്. ഇതൊരു ജോർജറ്റിൻ്റെ ഒരു മെറ്റീരിയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൽവാറാണ് കേട്ടോ.